ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.4 ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. കഴിഞ്ഞ വീഡിയോസിലും ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാം. ഒപ്പം തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. അതായത് ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതും യൂസിങ് എലിമെൻ്ററി ട്രാൻസ്ഫർമേഷനാണ് പറഞ്ഞിരിക്കുന്നത്. യൂസിങ് എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ ഇവിടെ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് റോ ഓപ്പറേഷനും മറ്റൊന്ന് കോളം ഓപ്പറേഷനുമാണ്. അപ്പോൾ ഇവിടെ റോ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് ക്യാപിറ്റൽ എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ റോ ഓപ്പറേഷൻ ആണെങ്കിൽ അവിടെ വരുന്ന കണ്ടീഷൻ എന്താണ്? റോ ഓപ്പറേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ഐ എ ആണ്. എ ഈക്വൽ ടു ഐ എ ആണ്. അപ്പോൾ എ ഈക്വൽ ടു ഐ എ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിരിക്കുന്ന മെട്രിക്സ് എന്താണോ അതൊന്ന് എടുത്ത് എഴുതുക. അതായത് 2 - 3 3, ദെൻ 2 2 3, ദെൻ 3 - 2 2 ആണ്. ദാറ്റ് ഈക്വൽ ടു ഐ എന്ന മെട്രിക്സിൽ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷേ ഇവിടെ മെട്രിക്സ് തന്നിരിക്കുന്നത് 3/3 ഓർഡറുള്ള മെട്രിക്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സും ഏത് ഓർഡർ തന്നെയായിരിക്കണം? 3/3 ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ 1 0 0 0 1 0 0 0 1 എന്ന് കൊടുക്കാം. ഇൻറ്റു ക്യാപിറ്റൽ എ ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എ എന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണം. അതും ഒരു 3/3 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോമായിരിക്കണം. അതിലത്തെ എലമെൻറ്റ്സ് എങ്ങനെ വരണം? 1 0 0 0 1 0 0 0 1 ആയിരിക്കണം. ഈ ഒരു ഫോമിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ എന്താണ് നിൽക്കുന്നത്? ക്വസ്റ്റ്യനിൽ നിൽക്കുന്നത് 2ഉം ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇവിടെ 1 ആണ്. അപ്പോൾ 2നെ 1 ആക്കിയതിന് ശേഷം 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള താഴെ നിൽക്കുന്ന രണ്ട് എലമെൻറ്റ്സ് അവിടെ 0 ആക്കണം. അതിനുശേഷം R2വിലത്തെ സെക്കൻഡ് എലമെൻറ്റിനെ 1 ആക്കാം. 1 ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന R1ലെയും R3ലെയും എലമെൻറ്റ്സ് എന്താക്കണം? 0 ആക്കി മാറ്റണം. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? R3ലത്തെ തേർഡ് എലമെൻറ്റിനെ 1 ആക്കാം. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ലും R2ലും നിൽക്കുന്ന രണ്ട് എലമെൻറ്റ്സും 0 ആക്കണം. ഈ ഒരു ഫോം ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെൻ്റായ 2വിനെ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോമിലുള്ള 1 ആക്കി ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 2വിനെ ഇൻറ്റു 1/2 ചെയ്താൽ മതി. ഇൻറ്റു 1/2 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. പക്ഷേ ഈ 2 എന്ന എലമെൻറ്റ് എവിടെയാണ് നിൽക്കുന്നത്? R1ലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് R1 എന്ന് കൊടുക്കാം. ദെൻ R2 R3 3 റൂസാണുള്ളത്. അങ്ങനെയെങ്കിൽ R1ലത്തെ എല്ലാ എലമെൻറ്റ്സിനും ഇവിടെ ചേഞ്ചസ് വരും. അപ്പോൾ R1നെ ബേസ് ചെയ്തിട്ടുള്ള ആ കണ്ടീഷൻ എന്താണ് എടുക്കേണ്ടത്? R1 ചേഞ്ചസ് ടു 1/2 R1 ആണ്. അങ്ങനെയെങ്കിൽ R2വിലത്തെയും R3യിലത്തെയും എല്ലാ എലമെൻറ്റ്സും സെയിം തന്നെയായിരിക്കും. R1ന് മാത്രമേ അവിടെ ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പോൾ R2വിലത്തെയും R3യിലത്തെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? അത് ജസ്റ്റ് ഒന്ന് നമുക്ക് എടുത്ത് എഴുതാം. ഏതൊക്കെയായിരുന്നു? 2 2 3, ദെൻ 3 - 2 2 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. ദാറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സിൽ 0 1 0 0 0 1 ഇൻറ്റു ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ R1ലാണ് ഇവിടെ ചേഞ്ചസ് വരേണ്ടത്. അപ്പോൾ R1ൽ ഫസ്റ്റ് എലമെൻറ്റ് നോക്കാം. ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1/2 ഇൻറ്റു R1ലത്തെ എലമെൻറ്റ് അവിടെ 2 ആണ്. ഫസ്റ്റ് എലമെൻറ്റ് അവിടെ 2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 2 എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. ദെൻ R1ലത്തെ നെക്സ്റ്റ് എലമെൻറ്റ് -3 ആണ്. R1ൻ്റെ പ്ലേസിൽ -3 കൊടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു -3 -3/2 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ 3 ആണ്. 3 R1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 3 എത്ര കിട്ടും? 3/2 ആണ്. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1 1/2 ആണ് കിട്ടുക. ദെൻ 0 R1ൻ്റെ പ്ലേസിൽ 0 എടുക്കാം. 1/2 ഇൻറ്റു 0 0 ആയിരിക്കും. ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ 0 ആണ്. 1/2 ഇൻറ്റു 0 0 തന്നെയാണ് കിട്ടുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ 1 എന്ന എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് R2ൽ നിൽക്കുന്ന 2 എന്ന എലമെൻറ്റിന് 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി?
2ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ലത്തെ 1 എന്ന എലമെൻറ്റിനെ 2 ആക്കണം. അതായത് 1 × 2 ചെയ്താൽ മതി. അതിനുശേഷം 2 - 2 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പോൾ ഈ 2 എന്ന എലമെൻറ്റ് എവിടെ നിൽക്കുന്നത്? R2ലാണ്. ഇവിടെ R1 എന്നും കൊടുക്കാം, ഇവിടെ R3 എന്നും കൊടുക്കാം. അപ്പോൾ R2ലത്തെ എല്ലാ എലമെൻറ്റ്സിനും അതനുസരിച്ച് ചേഞ്ചസ് വരുത്തണം. പക്ഷേ R1ഉം R3ക്കും യാതൊരു ചേഞ്ചസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് എന്ത് ചെയ്തായിട്ട് സാധിക്കും? 2R1 ആയിരിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് R2ൻ്റെ പ്ലേസിൽ 2 കൊടുത്തു, 2 - 2 × R1ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. ദാറ്റ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു മെട്രിക്സുകൾ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? R1ൻ്റെ പ്ലേസിലും R3യുടെ പ്ലേസിലും സെയിം എലമെൻറ്റ്സ് ആണ്. അപ്പോൾ R2ന് മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ ചേഞ്ചസ് ഇല്ല, R3യുടെ പ്ലേസിലും ചേഞ്ചസ് ഇല്ല. R2ലത്തെ ഫസ്റ്റ് എലമെൻ്റ് ആയ 2 എടുത്തു, 2 - 2 × 1 എടുക്കാം, 0 കിട്ടി. നെക്സ്റ്റ് എലമെൻ്റ് ഇവിടെ 2 ആണ്. 2 ചേഞ്ചസ് ടു 2 - 2 × ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ലത്തെ എലമെൻറ്റ് എന്താ? -3/2 ആണ്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 + 3 എന്ന് കിട്ടി, അതായത് 5 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്? 3 ആണ്. നെക്സ്റ്റ് എലമെൻറ്റ് 3 ആണ്. അപ്പോൾ 3 ചേഞ്ചസ് ടു 3 - 2 × 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ നിൽക്കുന്ന എലമെൻറ്റ് 3/2 ആണ്. അപ്പോൾ 3/2 എന്ന് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എന്തായിരിക്കണം? നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ 0 ആണ്. 0ന് കറസ്പോണ്ടിങ് 1/2 ആണ് നിൽക്കുന്നത്. അപ്പോൾ 0 ചേഞ്ചസ് ടു R2ൻ്റെ പ്ലേസിൽ 0 കൊടുക്കാം. 0 - 2 × R1ൻ്റെ പ്ലേസിൽ എന്താ? 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2 ആണ്. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ 1/2 എന്ന് കൊടുക്കാം. അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. 1 ചേഞ്ചസ് ടു R2ൻ്റെ പ്ലേസിൽ 1 - 2 × R1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ 0 ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 കിട്ടി. ഇനി നെക്സ്റ്റ് R2ൽ 0 ആണ്. 0 ചേഞ്ചസ് ടു 0 - 2 × ഈ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ നിൽക്കുന്നത് ഏതാണ്? 0 ആണ്. അപ്പോൾ 0 എന്ന് എഴുതാം. ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R2ലത്തെ എല്ലാ എലമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു കഴിഞ്ഞു. അപ്പോൾ R1ഉം R3ക്കും ചേഞ്ചസ് ഒന്നുമില്ല, സെയിം എലമെൻറ്റ്സ് ആണ്. അപ്പോൾ R2ലത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കണം? 0, 5, 0 ആണ്. 0, 5, 0 എന്ന് എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതൊക്കെയാണ്? -1, 1, 0, -1, 1, 0 എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R3ലത്തെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കണം. 3 ആണ് ഇവിടെ 0 ആക്കേണ്ടത്. R3ലത്തെ ഫസ്റ്റ് എലമെൻറ്റ് 3 അവിടെ 0 ആക്കണം. 3 0 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? 3ക്ക് കമ്പയർ ചെയ്യേണ്ടത് ഏതാ? R1 ആണ്. അപ്പോൾ R1 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ 1 × 3 ചെയ്താൽ മതി. 1 × 3 ആണ് 3 വരാം. അതിനുശേഷം R3യും R1ലത്തെയും എലമെൻറ്റ്സ് മൈനസ് ചെയ്താൽ മതി. 3 - 3 ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ R3ലത്തെ എല്ലാ എലമെൻറ്റ്സിനും അവിടെ ചേഞ്ചസ് വരുത്തണം. എല്ലാ എലമെൻറ്റ്സിനും അവിടെ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ കണ്ടീഷൻ എന്താണ് വന്നിരിക്കുന്നത്? R3 ചേഞ്ചസ് ടു R3 - 3R1 ആയിരിക്കും. R3 ചേഞ്ചസ് ടു R3 - 3R1 ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. 3 - 3 × R1ൻ്റെ പ്ലേസിൽ 1 കൊടുത്തു, ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? R1നും R2നും ചേഞ്ചസ് ഇല്ല, R3ക്ക് മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പോൾ R1ൻ്റെ പ്ലേസിലും അതേപോലെ തന്നെ R2ൻ്റെ പ്ലേസിലും നമുക്ക് സെയിം എലമെൻറ്റ്സ് എഴുതാം. അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലും R1നും R2ൻ്റെയും പ്ലേസിൽ സെയിം എലമെൻറ്റ്സ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇൻടു ക്യാപിറ്റൽ A. അപ്പോൾ ഇവിടെ R3ക്ക് മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. ഇനി R3ലത്തെ ഓരോ എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. R3ലത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? R3ലത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 3 ആണ്. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ 1 ആണ്. അപ്പോൾ R3യുടെ പ്ലേസിൽ 3 എടുക്കാം, R1ൻ്റെ പ്ലേസിൽ 1 എടുക്കാം. അപ്പോൾ അതായത് 3 ചേഞ്ചസ് ടു 3 - 3 × 1. R1ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം, ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എലമെൻറ്റോ?
നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ -2 ആണ്. R3ക്ക് -2ഉം R1 എന്തായിരിക്കണം -3/2 ആണ്. അപ്പോൾ R3യുടെ പ്ലേസിൽ -2ഉം R1ൻ്റെ പ്ലേസിൽ -3/2ഉം കൊടുക്കാം. അപ്പോൾ ഈ കണ്ടീഷനിൽ കൊടുക്കുമ്പോൾ R3യുടെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? -2 ചേഞ്ചസ് ടു -2 മൈനസ് 3 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? -3/2 ആണ്. ഇനിയിപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു 2 അപ്പോൾ ഇവിടെ നമുക്ക് -4 എന്ന് കിട്ടും. -4 ഇനി മൈനസ് എന്തായി? പ്ലസ് ആയി. +9/2 ആണ്. ദാറ്റ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടി. അപ്പോൾ R3യിലത്തെ സെക്കൻഡ് എലമെൻറ്റ് ഇവിടെ 5/2 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് നമുക്ക് നോക്കാം. R3യിൽ ഇവിടെ 2 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലമെൻറ്റ് ഇവിടെ 3/2 ആണ്. അപ്പോൾ R3യിൽ 2 കൊടുക്കാം, R1യിൽ എന്ത് കൊടുക്കാം? 3/2 കൊടുക്കാം. അപ്പോൾ ആ കണ്ടീഷൻ എന്തായി മാറി? R3യുടെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിച്ചു? 2 കൊടുക്കാം. അപ്പോൾ 2 മൈനസ് 3 ഇൻറ്റു 3/2 എന്ന് കൊടുക്കാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു ഇവിടെ 4 വരും. 4 മൈനസ് 9/2 അതായത് -5/2 ആണ് വരിക. -5/2 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് നോക്കാം. അതായത് R3യിലത്തെ 0 എന്ന എലമെൻ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ 1/2 ആണ് നിൽക്കുന്നത്. അപ്പോൾ R3യുടെ പ്ലേസിൽ 0, R1ൻ്റെ പ്ലേസിൽ 1/2 കൊടുക്കാം. അപ്പോൾ 0 ചേഞ്ചസ് ടു 0 മൈനസ് 3 ഇൻറ്റു 1/2 ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3/2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ -3/2 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്? 0 ആണ്. അപ്പോൾ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ ഇവിടെ 0 തന്നെ നിൽക്കുന്നത്. അപ്പോൾ 0 - 0 എന്നാണ് കിട്ടുക. 0 - 0 എന്ത് വരും? 0 തന്നെയാണ് വരാം. അപ്പോൾ R3യുടെ പ്ലേസിൽ 0ഉം R1ൻ്റെ പ്ലേസിൽ ഇവിടെ 0 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടി. അപ്പോൾ 0 ചേഞ്ചസ് ടു 0. അപ്പോൾ ഇവിടെ R3യിലത്തെ സെക്കൻഡ് എലമെൻറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 എന്ന് എഴുതി. ഇനി ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ൽ ഏതാണ്? 0 ആണ്. അപ്പോൾ R3യുടെ പ്ലേസിൽ 1ഉം R1ൻ്റെ പ്ലേസിൽ 0 എന്നും കൊടുക്കാം. അപ്പോൾ 1 ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 മൈനസ് 3 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കും? 1 മൈനസ് 3 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ 0 ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അവിടെ ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R2ത്തെ സെക്കൻഡ് എലമെൻ്റായ 5നെ 1 ആക്കണം. 1 ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 1/5 ചെയ്താൽ മതി. ഇൻറ്റു 1/5 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ ഇവിടെ 5 നിൽക്കുന്നത് R2ത്തെ എലമെൻ്റാണ്. ദെൻ R1 എഴുതാം. ഇവിടെ R3യും ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് R2 ചേഞ്ചസ് ടു 1/5 R2 എന്ന് എഴുതാം. 1/5 R2. അപ്പോൾ R2 ചേഞ്ചസ് ടു 1/5 R2 ആണെങ്കിൽ ബാക്കി രണ്ട് റോസും സെയിം എലമെൻറ്റ്സ് ആയിരിക്കണം. R1ഉം R3യുടെയും എലമെൻറ്റ്സ് എന്ത് തന്നെയാണ്? സെയിം എലമെൻറ്റ്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലും എന്ത് തന്നെയായിരിക്കണം? R1ലെയും R3യിലത്തെയും എലമെൻറ്റ്സ് എന്ത് തന്നെയായിരിക്കും? സെയിം എലമെൻറ്റ്സ് തന്നെയായിരിക്കും. R2 മാത്രമേ ഇവിടെ ചേഞ്ചസ് വരുന്നുള്ളൂ. ഇൻറ്റു ക്യാപിറ്റൽ A എന്ന് വരും. അപ്പോൾ R2ത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 0 ആണ്. അപ്പോൾ 1/5 ഇൻറ്റു 0 എന്ന് കൊടുക്കാം. 0 എന്ന് കിട്ടും. ഇനി 1/5 ഇൻറ്റു R2ത്തെ എലമെൻറ്റ് ഏതാ? 5 ആണ്. അപ്പോൾ R2ൻ്റെ പ്ലേസിൽ 5 കൊടുക്കാം. 1/5 ഇൻറ്റു 5 1 ആണ് കിട്ടുക. ഇനി 0 ആണ് എടുക്കേണ്ടത്. R2ൻ്റെ പ്ലേസിൽ 0 കൊടുത്താൽ 1/5 ഇൻറ്റു 0 0 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലോ? റൈറ്റ് ഹാൻഡ് സൈഡിൽ R2ത്തെ ഫസ്റ്റ് എലമെൻറ്റ് -1 ആണ്. 1/5 ഇൻറ്റു -1 കൊടുത്തു കഴിഞ്ഞാൽ -1/5 എന്ന് കിട്ടും. ഈ നെക്സ്റ്റ് എലമെൻറ്റ് R2ത്തെ നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ R2ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. 1/5 ഇൻറ്റു 1 1/5 ആയിരിക്കും. ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ R2ൽ 0 ആണ്. അപ്പോൾ 1/5 ഇൻറ്റു 0 എന്ത് കിട്ടും? 0 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 1ന് മേലെ നിൽക്കുന്ന R1ത്തെ -3/2 0 ആക്കണം. അപ്പോൾ R1ലാണ് ഈ -3/2 നിൽക്കുന്നത്. ദെൻ R2 എന്ന് എഴുതാം, R3 എന്ന് എഴുതാം. ഇനി ഇവിടെ -3/2ന് 0 ആക്കണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള R2ത്തെ എലമെൻറ്റ് 1നെ 3/2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 3/2 ചെയ്താൽ മതി. അതിനുശേഷം രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ R1ത്തെ എല്ലാ എലമെൻറ്റ്സിനും അവിടെ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R1 ചേഞ്ചസ് ടു R1 + 3/2 R2 ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. R1ൽ എന്ത് കൊടുത്താൽ മതി? -3/2 കൊടുക്കാം. R1ൽ -3/2 കൊടുക്കാം. +3/2 ഇൻറ്റു R2ൽ എന്ത് കൊടുക്കാം? 1 ആണ് കൊടുക്കുക. അപ്പോൾ രണ്ടും
കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? സീറോ കിട്ടണം. അപ്പോൾ ഇവിടെ R1-നാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ R2ഉം R3 എന്താണ്? സെയിം എലമെൻറ്റ്സ് തന്നെയാണ്. അവിടെ യാതൊരു ചേഞ്ചസും ഉണ്ടായിരിക്കില്ല. R2ഉം R3യും സെയിം എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് 0 1 0 ദെൻ 0 5/2 -5/2 എന്ന് കൊടുക്കാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ദാറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലും ഏതാണ്? R2-നും R3ക്കും ചേഞ്ചസ് ഇല്ല. 1 -1/5 1/5 0 ദെൻ -3/2 0 1 ആണ്. ഇൻറ്റു എന്ത് വരണം? ക്യാപിറ്റൽ A ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R1-നാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ R1-ൻ്റെ ഓരോ എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. R1-ൽ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 + 3/2 ഇൻറ്റു ഇനി R2-ലത്തെ എലമെൻറ്റോ 1-ന് കറസ്പോണ്ടിങ് അവിടെ 0 ആണ് നിൽക്കുന്നത്. 0 കൊടുത്തു. ദാറ്റ് ഈക്വൽ ടു എന്തായിരിക്കണം? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പോൾ 1 ആണ് R2-ലത്തെ എലമെൻറ്റ്, R1-ലത്തെ എലമെൻറ്റ്. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് -3/2 ആണ്. -3/2 ചേഞ്ചസ് ടു -3/2 + 3/2 ഇൻറ്റു ഇനി ഈ -3/2-ന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന R2-ലത്തെ എലമെൻറ്റ് ഏതാണ്? -3/2-ന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്നത് 1 ആണ്. അപ്പോൾ ഇൻറ്റു 1 കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്? നെക്സ്റ്റ് എലമെൻറ്റ് R1-ൽ 3/2 ആണ്. അപ്പോൾ 3/2-ന് കറസ്പോണ്ടിങ് ആയിട്ട് R2-ൽ നിൽക്കുന്ന അവിടെ 0 ആണ്. അപ്പോൾ R1-ൻ്റെ പ്ലേസിൽ 3/2 R2-ൻ്റെ പ്ലേസിൽ അവിടെ 0 കൊടുക്കാം. അപ്പോൾ R1-ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 3/2 ചേഞ്ചസ് ടു 3/2 + 3/2 ഇൻറ്റു R2-ൻ്റെ പ്ലേസിൽ 0 എന്ന് കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/2 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 1 0 3/2 അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് റോയിൽ എഴുതാം. 1 0 3/2 എന്ന് എഴുതി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എലമെൻറ്റ്സ് ചേഞ്ചസ് നോക്കാം. R1-ൽ 1/2 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ R2-ൽ -1/5 ആണ്. -1/5. അപ്പോൾ R1-ൻ്റെ പ്ലേസിൽ 1/2 R2-ൻ്റെ പ്ലേസിൽ -1/5 കൊടുക്കാം. അപ്പോൾ R1-ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1/2 കൊടുക്കാം. ചേഞ്ചസ് ടു 1/2 + 3/2 ഇൻറ്റു R2-ൻ്റെ പ്ലേസിൽ -1/5 ആയിരിക്കും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 1/2 -3 എന്ത് ചെയ്തായിട്ട് സാധിക്കും? 2 × 5 ആണ്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5 - 3 എന്ത് കിട്ടണം? 10 ആണ്. 2 × 5 എത്ര വരണം? 10 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 5 - 3 10 ആയിരിക്കും ഇവിടെ കിട്ടുക. അതായത് 2/10 കിട്ടി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/5 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് 1/5 എന്ന് എഴുതാനായിട്ട് സാധിച്ചു 1/2-ൻ്റെ പ്ലേസിൽ. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് R1-ൽ 0 ആണ്. R2-ൽ എന്താണ്? 1/5 ആണ്. അപ്പോൾ R1-ൻ്റെ പ്ലേസിൽ 0 R2-ൻ്റെ പ്ലേസിൽ 1/5 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R1-ൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? 0 ചേഞ്ചസ് ടു 0 + 3/2 ഇൻറ്റു R2-ൻ്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? 1/5 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 3/10 ആണ്. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് നമുക്ക് 3/10 എഴുതാം. ഇനി ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്? 0 ആണ്. R1-ൽ 0 ആണ്. R3-യും 0 ആണ്. അപ്പോൾ രണ്ടും എലമെൻറ്റ്സ് 0 ആയി കഴിഞ്ഞാൽ R1-ൻ്റെ പ്ലേസിലും R3-ൻ്റെ പ്ലേസിലും 0 R2-ൻ്റെ പ്ലേസിലും 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വന്നു? 0 ആണ് വരിക. അപ്പോൾ ഇവിടെ എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു R1-ൽ. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ 1-ഉം 0-ഉം കിട്ടിക്കഴിഞ്ഞു. ഇനി 1-ന് താഴെ നിൽക്കുന്ന എലമെൻറ്റ് അതായത് 5/2 എന്ന എലമെൻറ്റ് 0 ആക്കണം. അത് R3-ലാണ് നിൽക്കുന്നത്. ദെൻ R1 R2 അവിടെ നമുക്ക് എഴുതാനായിട്ട് സാധിച്ചു. ഇത് 5/2 എന്നുള്ളത് 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? R2 ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. R2-ൽ 1 ആണ്. 1 × 5/2 ചെയ്യാം. ദെൻ രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അതായത് R3 ചേഞ്ചസ് ടു R3 - 5/2 R2 എന്ന് കൊടുക്കാം. 5/2 R2. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ R3 ആണ് ചേഞ്ചസ് വരുത്തേണ്ടത്. R1 R2 എന്താണ്? സെയിം ആണ്. ഇവിടെ R3ക്കാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. അതായത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 5/2 - 5/2 ഇൻറ്റു എന്ത് കൊടുത്താൽ മതി? നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ R3-യുടെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ എല്ലാ എലമെൻറ്റ്സിനും R3-ൽ ചേഞ്ചസ് വരുത്തണം. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് R1-ഉം R2-നും യാതൊരു ചേഞ്ചസ് ഇല്ല. സെയിം എലമെൻറ്റ്സ് തന്നെയാണ്.
R1ലും R2ലും. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും R1നും R2നും സെയിം എലമെൻറ്റ്സ് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. R3ക്ക് മാത്രമേ ഇവിടെ എന്തുള്ളൂ, ചേഞ്ചസ് വരുന്നുള്ളൂ. ഇൻറ്റു എന്ത് എഴുതാനായിട്ട് സാധിച്ചു, ക്യാപിറ്റൽ A എന്ന് എഴുതാം. ഇനി R3ത്തെ എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. R3ത്തെ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ എന്താണ്, 0 ആണ്. അപ്പോൾ 0 ചേഞ്ചസ് ടു 0 മൈനസ് 5/2 ഇൻറ്റു R2ത്തെ എലമെൻറ്റ് ഏതാ, 0ന് കറസ്പോണ്ടിങ് അവിടെ 0 ആണ്. 0 മൈനസ് 0 തന്നെ വരാം. 0 മൈനസ് 0 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് 5/2 ആണ്. 5/2 R3യിൽ കൊടുക്കാം. അപ്പോൾ 5/2 ചേഞ്ചസ് ടു 5/2 മൈനസ് 5/2 ഇൻറ്റു 5/2ന് കറസ്പോണ്ടിങ് ആയിട്ട് R2ത്തെ എലമെൻറ്റ് ഏതാ, 1 ആണ്. അപ്പോൾ R2ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടി. അപ്പോൾ 0 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് മൈനസ് 5/2 ആണ്. അപ്പോൾ R3യിൽ നമുക്ക് മൈനസ് 5/2 എന്ന് കൊടുക്കാം. മൈനസ് 5/2 ചേഞ്ചസ് ടു മൈനസ് 5/2 മൈനസ് 5/2 ഇൻറ്റു R2ത്തെ എലമെൻറ്റോ, ഈ മൈനസ് 5/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് R2യിൽ 0 ആണ്. അപ്പോൾ 0 കൊടുക്കാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ആൻസർ മൈനസ് 5/2 കിട്ടി. അപ്പോൾ ഇവിടെ മൈനസ് 5/2 എന്ന് എഴുതാനായിട്ട് സാധിച്ചു. ഇനി R3ത്തെ നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ് വന്നിരിക്കുന്നത്, മൈനസ് 3/2 ആണ്. നെക്സ്റ്റ് എലമെൻറ്റ് മൈനസ് 3/2 ആണ്. അപ്പോൾ R3യുടെ പ്ലേസിൽ നമുക്ക് മൈനസ് 3/2 എന്ന് കൊടുക്കാം. മൈനസ് 3/2 ചേഞ്ചസ് ടു മൈനസ് 3/2 മൈനസ് 5/2 ഇൻറ്റു R2ത്തെ എലമെൻറ്റോ, R2ത്തെ എലമെൻറ്റ് അവിടെ മൈനസ് 1/5 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് 1/5 എന്ന് കൊടുക്കാം. അപ്പോൾ 5 നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ മൈനസ് 3 മൈനസ് മൈനസ് അവിടെ പ്ലസ് ആയി, പ്ലസ് 1/2, അതായത് മൈനസ് 2/2 ദാറ്റ് ഈക്വൽ ടു -1. അപ്പോൾ ഇവിടെ -1 നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇനി R3യുടെ നെക്സ്റ്റ് എലമെൻറ്റ് 0 ആണ്. അപ്പോൾ 0 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. 0 ചേഞ്ചസ് ടു R3യുടെ പ്ലേസിൽ 0 കൊടുക്കാം. 0 മൈനസ് 5/2 ഇൻറ്റു ദെൻ R2ൻ്റെ പ്ലേസിലോ 1/5 ആണ്. 1/5. അപ്പോൾ 5 അവിടെ ക്യാൻസൽ ചെയ്യാം. ബാലൻസ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, -1/2. ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റിന് നമുക്ക് -1/2 എന്ന് കൊടുക്കാനായിട്ട് സാധിച്ചു. ഇനി ലാസ്റ്റ് എലമെൻറ്റ് അവിടെ 1 ആണ് R3യിൽ. അപ്പോൾ R3യുടെ പ്ലേസിൽ നമുക്ക് 1 കൊടുക്കാം. 1 ചേഞ്ചസ് ടു 1 മൈനസ് 5/2 ഇൻറ്റു, ഇനി R2ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാനായിട്ട് സാധിച്ചു, 1ന് കറസ്പോണ്ടിങ് അവിടെ 0 ആണ്. അപ്പോൾ 0 കൊടുക്കാനായിട്ട് സാധിച്ചു. 1 മൈനസ് 0 എന്ന് കിട്ടും, ദാറ്റ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എലമെൻറ്റ് 1 ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഈ R3ത്തെ ലാസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കണം, -5/2ന്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ഇതിൻ്റെ റിവേഴ്സ് എടുക്കാം. അതായത് 2/5, ഒരു മൈനസും കൂടി അവിടെ വേണം, എന്നാലേ അത് +1 ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിവേഴ്സായ -2/5 ഇവിടെ എടുക്കണം. അപ്പോൾ R3ത്തെ എലമെൻ്റാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. ദെൻ R2 എന്ന് എഴുതാം, ദെൻ R1. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താ വരേണ്ടത്, കണ്ടീഷൻ വരേണ്ടത് R3 ചേഞ്ചസ് ടു -2/5. R3 ഇൻറ്റു -2/5 എന്ന് എഴുതാനായിട്ട് സാധിച്ചു. അതായത് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അതായത് -5/2 ഇൻറ്റു -2/5 എന്ന് എഴുതി കഴിഞ്ഞാൽ 5 ക്യാൻസൽ ചെയ്തു, 2 ക്യാൻസൽ ചെയ്തു, മൈനസ് പ്ലസ് ആയി. അപ്പോൾ +1 ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് കണ്ടീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ R1നും R2നും ചേഞ്ചസ് ഒന്നുമില്ല. R1നും R2നും ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടുത്തെ R3ത്തെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. അപ്പോൾ 0 ചേഞ്ചസ് ടു 0 ഇൻറ്റു -2/5 ആണ്. അപ്പോൾ എന്തായാലും 0 തന്നെ വരുള്ളൂ. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് അവിടെ 0 ആണ്. അപ്പോൾ ഇവിടെയും എന്ത് എഴുതാം, 0 ചേഞ്ചസ് ടു 0 ഇൻറ്റു -2/5 എന്ന് എഴുതാം, ദാറ്റ് ഈക്വൽ ടു 0 തന്നെ കിട്ടി. ലാസ്റ്റ് എലമെൻറ്റ് -5/2 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. അപ്പോൾ -5/2 ചേഞ്ചസ് ടു -5/2 ഇൻറ്റു -2/5 ആണ്. അപ്പോൾ 5 ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസൽ ചെയ്താൽ മൈനസ് പ്ലസ് ആയി. അപ്പോൾ +1 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് അവിടെ -1 ആണ്. -1 ചേഞ്ചസ് ടു ദെൻ -1 ഇൻറ്റു -2/5 ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2/5 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റോ -1/2 ആണ്. അപ്പോൾ -1/2 ചേഞ്ചസ് ടു -1/2 ഇൻറ്റു -2/5 ആണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാം, മൈനസ് പ്ലസ് ആയി, 1/5 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് അവിടെ 1 ആണ് നിൽക്കുന്നത്. അപ്പോൾ 1 ചേഞ്ചസ് ടു 1 ഇൻറ്റു -2/5, അതായത് -2/5 ആണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ R1നും R2നും യാതൊരു ചേഞ്ചസ് ഇല്ല, R3ക്ക് മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്ലേസിൽ 0 ചേഞ്ചസ് ടു 0 ആണ്, 0 കിട്ടും. സെക്കൻഡ് എലമെൻറ്റ് 0 എന്ന് കിട്ടി. തേർഡ് എലമെൻറ്റ് ഇവിടെ 1 എന്ന് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിലോ ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ എന്തായി ചേഞ്ച് ചെയ്തു, 2/5 ആയി. സെക്കൻഡ് എലമെൻറ്റ് ഇവിടെ 1/5 ആയി. തേർഡ് എലമെൻറ്റ് ഇവിടെ -2/5 ആയി. ഇനി ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് R3ത്തെ ലാസ്റ്റ് എലമെൻറ്റ് 1 ആയി, അതിന് കറസ്പോണ്ടിങ് എലമെൻറ്റ് ഓൾറെഡി 0 ആണ്. ഇനിയിപ്പോൾ R1ത്തെ 3/2 മാത്രമേ ഇനി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അത് 0യിലേക്ക് ചേഞ്ച് ചെയ്യണം. 0യിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് കമ്പയർ ചെയ്യേണ്ടത്, R3 ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. R3ത്തെ എലമെൻറ്റ് 1 കമ്പയർ ചെയ്യുമ്പോൾ 1 × 3/2 ചെയ്യാം. അപ്പോൾ 3/2 എന്ന് കിട്ടും, തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. അപ്പോൾ R1ത്തെ എലമെൻ്റാണ് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ R2 എന്ന് എഴുതാം, അതേപോലെ R3 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് R2വും R3ക്കും യാതൊരു ചേഞ്ചസ് ഇല്ല, R1ന് മാത്രമേ നമുക്ക് ചേഞ്ചസ് വരുത്തുന്നുള്ളൂ. അപ്പോൾ R1 ചേഞ്ചസ് ടു R1 -3/2 R3 എന്ന് എഴുതാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. R1ൽ 3/2 എന്ന് കൊടുക്കാം, -3/2 ഇൻറ്റു R3 1 ആണ്, 1 കൊടുക്കാം, ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത്. ഇനി R2വും R3യും സെയിം എലമെൻറ്റ്സ് ആണ് ഉണ്ടാവുക. R1നാണ് ഇവിടെ ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ ആദ്യം 1 കൊടുക്കാം, 1 ചേഞ്ചസ് ടു 1 -3/2 ഇൻറ്റു R3യുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം, 1ന് കറസ്പോണ്ടിങ് അവിടെ 0 ആണ്, ദാറ്റ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഇനി R1ൽ 0 ആണ് വന്നിരിക്കുന്നത്, 0 ചേഞ്ചസ് ടു 0 -3/2 ഇൻറ്റു 0ന് കറസ്പോണ്ടിങ് ആയിട്ട് R3 എന്താ 0 ആണ്, 0 - 0 എന്ത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്താണ് 3/2 ആണ്, 3/2 ചേഞ്ചസ് ടു 3/2 -3/2 ഇൻറ്റു R3ത്തെ എലമെൻറ്റ് അവിടെ 1 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഏതാ, R1ൽ 1/5 ആണ്, 1/5 ആണ്. 1/5 R1ൻ്റെ പ്ലേസിൽ കൊടുക്കാം, അതായത് 1/5 ചേഞ്ചസ് ടു 1/5 -3/2 ഇൻറ്റു R3 1/5ന് കറസ്പോണ്ടിങ് ആയിട്ട് R3ൽ നിൽക്കുന്നത് 2/5 ആണ്. ദെൻ 2/5 എന്ന് കൊടുക്കാം. അപ്പോൾ 2 അവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി, 1/5 -3/5 ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2/5 ആണ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്, 3/10 ആണ്. ദെൻ അപ്പോൾ R1ൽ ഏതാണ്, 3/10 ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെ ചേഞ്ചസ് വരുന്നത് 3/10 ചേഞ്ചസ് ടു 3/10 -3/2 ഇൻറ്റു R3ത്തെ എലമെൻറ്റ് ഇവിടെ ഏതാ വരേണ്ടത്, 1/5 ആണ്, 1/5 ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ അത് 0 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്, ലാസ്റ്റ് എലമെൻറ്റ് R1ൽ 0 ആണ്. അപ്പോൾ അതനുസരിച്ച് R3ൽ എന്ത് വരണം, -2/5 ആണ്. അപ്പോൾ R1 0 ആണ്, R3 എന്നുള്ളത് -2/5 ആണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചേഞ്ച് ചെയ്തിട്ട് ഉള്ള എലമെൻറ്റ്സ് നമുക്ക് എഴുതാം. ഫസ്റ്റ് എലമെൻറ്റ് അവിടെ 1, സെക്കൻഡും തേർഡും അവിടെ 0 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് എലമെൻറ്റ് അവിടെ -2/5ഉം സെക്കൻഡ് എലമെൻറ്റ് അവിടെ 0 എന്ന് കിട്ടി. ദെൻ തേർഡ് എലമെൻറ്റ് അവിടെ 3/5 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെയെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സ് ആണ് നമ്മളുടെ A ഇൻവേഴ്സ്. അപ്പോൾ therefore A ഇൻവേഴ്സ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, -2/5 0 3/5. ദെൻ സെക്കൻഡ് റോ എന്ത് വന്നു, -1/5 1/5 0. തേർഡ് റോ എന്ത് വന്നു, 2/5 1/5 ദെൻ -2/5. ഇതാണ് A ഇൻവേഴ്സ് ഈ ഒരു മെട്രിക്സിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. താങ്ക് യു.